കാക്കേ ഒരു 1000 ചില്ലറ വരുമോ? 100 ഉറുപ്പ്യന്റെ കാര്യമില്ല, എന്നിട്ടല്ല 1000 ചില്ലറ. അത് ശരി, ഈ അടുത്ത കൊല്ലം വാ. എന്നായിക്കോട്ടെ. കാക്കേ ഒരു 1000 ചില്ലറ ഉണ്ടാവോ? 1000-നോ? ഈ നാട്ടിൽ 1000 ചില്ലറ ഉള്ള ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങളെ കണ്ട് നന്നായി. 1 2 3 തന്ന വളരെ ഉപകാരം. കൊറേ നേരം ഞാൻ എണ്ണിയാക്ക്. 1000 ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നോക്കെ വലിയ ഉപകാരമായി. ഇതിന് വലിയ കിട്ടില്ലേ, കൊറേ ദൂരം പോകണം. എന്നാ ശരി. പോലെ 1000-ന്റെ ഒറ്റ നോട്ട് ഇങ്ങോട്ട് കൊണ്ടാ. അത് തന്നില്ലേ? ഏടാ തരുന്നു? 1000 റുപ്യ. ഏത് 1000 റുപ്യ? ആ പൈസ കൊണ്ട് അപ്പൊ ചില്ലറാക്കിയതിന്റെ പൈസ തന്നില്ല. എന്തപ്പ നിങ്ങൾ ഈ പറയണേ? 1000 റുപ്യ അപ്പൊ എനിക്ക് ഞാൻ തന്നില്ലേ? ബസ് വരണ്ട്, ഞാൻ പോവാ. പോകാനായില്ല. പിടിക്കൽ എങ്ങോട്ടാ പോണേ? എനിക്ക് പോണേ. ചില്ലറാക്കിട്ട് പൈസ തരാതെ പോയി കാക്ക. അങ്ങോട്ട് വാ. ആ ബസ് കിട്ടില്ലേ മുഴുവൻ പരിപാടി കൊളാവും. എന്താ നിങ്ങൾ കളിക്കണേ? സ്വിപ്പാക്കല്ലേ? ഞാനിപ്പോ എണ്ണി തന്ന പൈസ എനിക്ക് ഇങ്ങോട്ട് കിട്ടിട്ട് ഞാൻ പോയി. ബസ്സിന് പോണേ. കോഴിക്കോട് പൈസ ഇങ്ങോട്ട് എടുത്താ. നിങ്ങൾ രണ്ടും ബുദ്ധിമുട്ടാക്കാനായിട്ട് ഇറങ്ങിയതാ. എന്തൊരു കഷ്ടം അത്. എനിക്ക് പോണേ, ഞാൻ പോട്ടെ. ഈ ചെങ്ങായി ഇപ്പൊ പോണ സമയത്ത് 1000 റുപ്യ ചില്ലറാക്കി. ഇങ്ങോട്ട് 1000 റുപ്യ തരാതെ ഓൻ ഇപ്പൊ പോവാണല്ലോ. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നില്ല. ഞാൻ കുറെ ദൂരത്തുനിന്ന് വരാം. എനിക്ക് കോഴിക്കോട് ഇന്റർവ്യൂവിന് പോകണല്ല. ഞാൻ ഇവിടെ ബസ് കത്തിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 1000 റുപ്യക്ക് ചില്ലറ കൊടുത്തോ? 1000 റുപ്യക്ക് ചില്ലറ ഞാൻ പെണ്ണി കൊടുത്തു വിടുന്നു. നിങ്ങൾ 1000 റുപ്യക്ക് ചില്ലറ മേടിച്ച് തിരിച്ചു കൊടുത്തോ? അങ്ങനെ സംഭവം ഇവിടെ നടന്നിട്ടില്ലാന്ന്. ഞാൻ ഇവിടെ ബസ് തപ്പി നോക്കിയാ 1000 റുപ്യ എണ്ണി കൊടുത്തു. ഞാൻ അത് നോക്കാഞ്ഞിട്ട് പകരം അതാ നോക്കി. മൊത്തം നോക്കി നിങ്ങള്. സമയമില്ല, എനിക്ക് പോളാം. ഞാൻ പോട്ടെ. വിഷയം പറയും. ചില്ലറ കാലല്ല ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഞാൻ ഒരുത്തനെയും പറ്റിച്ചില്ല. ഓനിപ്പോ എന്റെ കയ്യിൽ നിന്ന് 1000 റുപ്യ ചില്ലറ വാങ്ങിട്ട് ഓനിപ്പോ ഇവിടെ വാടാ. നീ പോകരുതിട്ടാ. ഇതിന് തീരുമാനം നീ പോകരുതില്ല. 1000 റുപ്യ തരാതെ 1000 റുപ്യ തരാതെ ഓൻ പോവുകയാണല്ലോ. ഇല്ല, അവൻ പോവില്ല. ഇക്ക കാര്യം പറയും. എനിക്ക് കോഴിക്കോട് പോകണ്ട. നാട് മനസ്സിലായിട്ടില്ല എനിക്ക്. ഈ നാട് മനസ്സിലായിട്ടില്ല എനിക്ക്. പറഞ്ഞത് കേൾക്കി പോയി അധ്വാനിച്ച് ജീവിക്കാൻ നോക്കടാ. ഇയാളെ ഞാൻ പറയാം ഇയ്യേ തണ്ടും തടിയുള്ളവനാ. ഞാൻ അധ്വാനിച്ച് ജീവിക്കടാ, അധ്വാനിച്ച് ജീവിക്ക്. ഇയാൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. കൊടുക്ക്. എവിടേക്കാച്ച് പോണ്? എനിക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള എനിക്ക് ഒരുപാട് സ്ഥലം പോകാനുള്ള. കോഴിക്കോട് ഇന്റർവ്യൂ എടുത്താ കണ്ടോ? അങ്ങനെ മുന്നോട്ട് പോകില്ല. ഞാൻ പറഞ്ഞ കേക്കി. ഞാൻ കോഴിക്കോട് ഇന്റർവ്യൂവിന് പോകാൻ ബസ് കത്തിക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് ഇയാൾ എന്റെ ബാഗ് ഒന്ന് പിടിച്ചു വലിക്കുന്നത്. എന്താ കഥ? ഇയാളുടെ ബസ് കത്തിക്കണം. കേൾക്കണട്ടോ, ഇയാളുടെ ബസ് എത്തിക്കണം. ഇയാള് 1000 രൂപയുടെ ചേഞ്ച് പോയി. ചേഞ്ച് ഇയാൾ കൊടുത്തു. ഇയാള് പറയുന്നത് 1000 രൂപ തിരിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ 1000 രൂപ തിരിച്ചു കൊടുത്തത്. ഒന്ന് പറഞ്ഞു പൈസ വാങ്ങി കള്ളനാവാൻ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ എന്താണ് കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ 1000 രൂപ തിരിച്ചു കൊടുത്തത്. അവിടെ ഞാൻ പറഞ്ഞു ബേജാറാണ്ട. ഓൻ പെടുന്ന് പോകൂല, അനങ്ങൂല പെടുന്നു. ചൂടാവില്ലേ? കാരണം ഇയാൾ പുറത്തുനിന്ന് ഒരാളാണ്. അതായത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ട് ഒരു 1000 രൂപയുടെ ചില്ലറ ചോദിച്ചു. ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ 1000 രൂപയ്ക്ക് ചില്ലറ കൊടുത്തോ? അങ്ങനെ 1000 രൂപയ്ക്ക് ചില്ലറ കൊടുത്തോ? ഇയാൾ 1000 രൂപ തിരിച്ചു തന്നോ? $1000 കൊടുക്കണ ഈ കണ്ടോ? ഞാനെന്റെ കണ്ണുകൊണ്ട്
ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലോ. ഒന്ന് നാട്ടുകാരെ ഇല്ല വരി, ഞാൻ പൈസ തന്നില്ല, വാങ്ങിക്കൊണ്ടാ. നിങ്ങളെ പിന്നെ 1000 റുപ്യ നിങ്ങൾ ചില്ലറ കൊടുത്തു. ആ കൊടുത്തേണ്. ഓൻ 1000 റുപ്യ നിങ്ങൾക്ക് തന്നില്ല. ഇല്ല ഇല്ല തന്നില്ല, തന്നില്ല. അതെ, ഇവിടെ കണ്ടവരുണ്ട് പറയണേ. എന്താണ് നിങ്ങൾ കേട്ടില്ലത്? അപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കണില്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ റോഡിൽ തടഞ്ഞു വെച്ചത്. ഇതിന് കണക്ക് നിങ്ങൾ പറയേണ്ടി വരും. ഉണ്ടാവും പാടുന്നു. അത് ബസ്സിന് ഞാൻ വിടല്ലേ.